ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വീഡിയോ എടുത്തിരിക്കുന്നത് ഞാൻ ഒരു ദിവസം കാസർഗോഡ് ജില്ലയിലെ അതിപ്രധാനമായ ഒരു ക്ഷേത്രം, അതായത് മധൂർ സിദ്ധിവിനായക ക്ഷേത്രത്തിലേക്ക് പോയ ഒരു കാര്യവുമായിട്ടാണ്. അവിടെ ഇപ്പം ഉത്സവമാണ്, മഹോത്സവമാണ്, മൂടപ്പ സേവ മഹോത്സവമാണ്. അവിടെ അതിഭയങ്കരത്തിലുള്ള ഒരു ഉത്സവമാണ്. എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് അവിടെ മൂടപ്പ സേവ എന്ന ആ ഒരു പ്രതിഷ്ഠയൊക്കെ നടത്തുന്നത്. വളരെ എന്താ പറയുക, കാസർഗോഡ് ജില്ല കണ്ട ഏറ്റവും വലിയ ഒരു ഉത്സവം കൂടിയാണ് ഇവിടെ. അവിടെ പോയപ്പം ഉണ്ടായ നല്ല നല്ല കാഴ്ചകളാണ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എനിക്കവിടെ അമ്പലത്തിൻ്റെ ഉള്ളിലെത്തിയപ്പാടുള്ള കാഴ്ചകൾ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ അവിടെ നിന്ന് പുറത്തിറങ്ങി കലവറ കണ്ടപ്പോൾ വളരെ ഒരു അതിശയം തോന്നിയിട്ടുണ്ട്. അവിടുത്തെ ആൾക്കാർ അത്രയും ഭയങ്കരമാണ്. അതുകൊണ്ട് തന്നെ അവിടെ കലവറ എന്ന് പറയുന്നതും അതിഗംഭീരമായ ഒരു കലവറ തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. നല്ല നല്ല കുറേ കാഴ്ചകളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. സിദ്ധിവിനായകനെ തന്നെ കലവറയിൽ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കുറേ പച്ചക്കറികളൊക്കെ വെച്ച് നല്ല രീതിയിൽ ഒരു സിദ്ധിവിനായകനെയാണ് അവിടെ തയ്യാറാക്കി വെച്ചിട്ടുള്ളത്. ഞാൻ ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ കലവറയാണ്. നമ്മുടെ നാട്ടിലൊക്കെ തെയ്യംകെട്ട് മഹോത്സവത്തിനൊക്കെ കലവറയൊക്കെ വലിയ കലവറയൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ അതിനേക്കാൾ വെല്ലുന്ന ഏറ്റവും വലിയ കലവറയാണ് ഇന്ന് മൂടപ്പ സേവാ മഹോത്സവത്തിന് ഉണ്ടായിട്ടുള്ളത്. മധൂർ അമ്പലത്തിൽ ഞാൻ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും ഇന്ന് ഇത്രയും വലിയൊരു മഹോത്സവത്തിനായിട്ട് വരുമ്പം ഇത്രയും ആൾക്കാരെ കാണുന്നത് തന്നെ എനിക്ക് നല്ലൊരു അനുഭൂതിയാണ് നൽകിയിട്ടുണ്ടായിരുന്നത്. മധൂർ അമ്പലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അവിടെ സിദ്ധിവിനായകനെയാണ് പ്രശസ്തമായിട്ട് അറിയപ്പെടുന്നത്. എന്നാൽ അതൊരു ശിവക്ഷേത്രം കൂടിയാണ്. ശിവക്ഷേത്രമാണെങ്കിൽ പോലും അവിടെ അറിയപ്പെടുന്നത് സിദ്ധിവിനായക ക്ഷേത്രം അല്ലെങ്കിൽ ഗണപതി ക്ഷേത്രം എന്ന രീതിയിലാണ്. അതിപ്രശസ്തമായ ഒരു ക്ഷേത്രമാണ് ഇവിടെ. ഒരുപാട് പ്രയാസങ്ങൾക്കൊക്കെ അവിടെ പോയി പൂജ ചെയ്താൽ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു അമ്പലമാണ്. നമ്മൾ വിളിച്ചാൽ വെളിപ്പുറത്തെത്തുന്ന ഒരു ദേവൻ തന്നെയാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ വളരെ പ്രശസ്തമാണ്. കാസർഗോഡ് ജില്ലയിൽ മാത്രമല്ല, പുറത്ത് ഉള്ള മറ്റു ജില്ലകളിലും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുമൊക്കെ ഒരുപാട് ആൾക്കാരാണ് ഇവിടെ മഹോത്സവത്തിന് വന്നിട്ടുള്ളത്. അപ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാൻ പറ്റും ഈ അമ്പലത്തിൻ്റെ ഒരു പ്രശസ്തി എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. ഇതൊക്കെയാണ് കലവറയിലെ കുറച്ച് കാഴ്ചകളാണ് ഞാൻ ഇതുവരെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അവിടെ നിന്ന് നമ്മൾ പോയത് ഭക്ഷണശാലയിലേക്കാണ്. അതിശയിപ്പിക്കുന്ന ഒരു ഭക്ഷണശാലയാണ് അവിടെ ഉണ്ടായിരുന്നത്. സത്യം പറഞ്ഞാൽ ഒരറ്റത്തിരുന്നാൽ മറ്റേ അറ്റം കാണാൻ പറ്റാത്ത രീതിയിലുള്ള അത്രയും വലിയ ഒരു പന്തലാണ് അവിടെ ഒരുക്കിയിട്ടുള്ളത്. അത്രയും ആൾക്കാർ അവിടെ വരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ ഞങ്ങൾ പോകുന്ന ആ ഒരു ടൈം എന്ന് പറയുന്നത് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു ടൈം മാത്രമായതുകൊണ്ടാണ് ഇത്രയും ആൾക്കാർ കുറച്ച് കുറവെന്നല്ല, എന്നാലും കുറച്ച് കുറവായിരുന്നു. ആ പന്തൽ നിറയെ ആൾക്കാർ ആ സമയത്ത് എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളാണ് ആദ്യം പോയിട്ട് ഉണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ഭക്ഷണശാലയിലെത്തി ഭക്ഷണം കഴിച്ച് ഇവിടെ കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് പിന്നെ ഒന്നോ രണ്ടോ വേദികളിൽ ചെന്ന് കലാപരിപാടികളൊക്കെ ആസ്വദിച്ചാണ് ഞങ്ങൾ വീട്ടിലേക്ക് പോയത്. ഇവിടെ എടുത്തു പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടുത്തെ നാട്ടുകാരുടെ ഒരു സഹകരണമാണ്. ഇത്രയും വലിയൊരു മഹോത്സവം നടക്കുന്നതിന് അത്രയും വൻ വിജയമാക്കാൻ, ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ വൻ വിജയമാക്കിയത് എനിക്ക് തോന്നുന്നു അവിടെ നാട്ടുകാരുടെ ഒത്തൊരുമ തന്നെയാണ്. ഇത് കാസർഗോഡ് ടൗണ് തൊട്ട് മധൂർ ക്ഷേത്രം വരെ ഫ്രീ സർവീസാണ് അവർ കൊടുക്കുന്നത്. ബസ്സിലായാലും ഓട്ടോയ്ക്കായാലും വാനിനായാലും ഫ്രീ സർവീസോട് കൂടിയാണ് അവിടെ ഉത്സവം നടത്തിയിരുന്നത്. 7-ാം തീയതി വരെയാണ് ഉത്സവം ഉള്ളത്. ഉത്സവത്തിന് വളരെ പ്രധാനപ്പെട്ട ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ പോകുന്നതിന് തലേ ദിവസം ജയറാമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അന്ന് കാണാൻ പറ്റിയിട്ടില്ല. പിറ്റേ ദിവസമാണ് ഞാൻ പോയിട്ടുള്ളത്. കാസർഗോഡ് ജില്ല കണ്ട ഇത്രയും വലിയൊരു ഉത്സവം നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.